അടുത്ത നിമിഷം നമുക്കുള്ളതല്ല പ്രിയപ്പെട്ടവർ. എത്ര പേരത് വിശ്വസിക്കുന്നു? I mean, believe that even the next minute doesn't belong to me. എനിക്കുള്ളതല്ല. കർത്താവ് തന്നെങ്കിൽ മാത്രമേ നമുക്ക് അടുത്ത നിമിഷമുള്ളൂ. പിന്നെയല്ലേ അടുത്ത ഞായറാഴ്ച. നിങ്ങൾക്ക് എത്ര പേർക്ക് പറയാൻ കഴിയും, ഞാനിവിടെ തന്നെ കാണും, അടുത്ത ഞായറാഴ്ചയും ഞാനിവിടെ തന്നെ കാണും എന്ന് ഉറപ്പുള്ളവരെന്ന് കൈപോക്കിക്കേ? അബദ്ധത്തിൽ പോലും ഒരാൾ കൈപോക്കുന്നില്ല. അതിൻ്റെ അർത്ഥം യാഥാർത്ഥ്യങ്ങളപ്പം നമുക്ക് ഗ്രഹിക്കാൻ പറ്റുന്നുണ്ട്. ഈ പറയുന്ന ഞാനോ നിങ്ങൾക്ക് ആർക്കും ഒരു ഗ്യാരണ്ടിയില്ല അടുത്ത ആഴ്ച നമ്മളിവിടെ കാണും, അല്ലേ? പക്ഷേ അങ്ങനെ ആണെങ്കിൽ നമ്മുടെ ജീവിതം എത്ര ഗൗരവത്തോടെയാണ് നമ്മൾ ജീവിക്കേണ്ടത്, അല്ലേ? എത്ര ഭക്തിയുള്ള, എത്ര വിശുദ്ധിയുള്ള ജീവിതമാണ് നമ്മൾ നയിക്കേണ്ടത്. അപ്പോൾ അത് നമ്മുടെ മരണം എന്നുള്ള ഒരു യാഥാർത്ഥ്യം. ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർക്കുകയും പിന്നീട് ജീവനോടിരിക്കുന്ന നാം, ക്രിസ്തുവിലാണ് നമ്മൾ ജീവനോടിരിക്കുന്നതെങ്കിൽ നാം ചേർന്നവരോടൊപ്പം ആകാശമേഘങ്ങളിൽ കർത്താവിനോടുകൂടെ നമ്മൾ ചേരും. ഇങ്ങനൊരവസ്ഥയും നമ്മളെ കാത്തിരിക്കും. ഒന്നുകിൽ എൻ്റെ മരണം, അല്ലെങ്കിൽ കർത്താവിൻ്റെ വരവ്.